Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. Hey hackers, welcome back. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ജ്യൂസ് ഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. സോ ഇന്ന് നമ്മൾ മെയിൻലി നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമ്മുടെ പബ്സ്യൂട്ട് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യാമെന്നാണ്. സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോഗിൻ ഫോം ബൈപ്പാസ് ചെയ്യുക യൂസിങ് SQL ഇഞ്ചക്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റിലെ തന്നെ ഞാൻ പറയാം, ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ എൻ്റെ മാക്സിമം എഫർട്ടിൽ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ഐ എം നോട്ട് ഷുവർ. എനിവേ, SQL ഇഞ്ചക്ഷനെ പറ്റിയിട്ട് നമുക്ക് ആദ്യമേ നോക്കാം. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനമാകാം. സോ ഫസ്റ്റിലെ തന്നെ നമുക്ക് SQL ഇഞ്ചക്ഷനെ പറ്റി മനസ്സിലാക്കാം. അതിനുവേണ്ടി നമുക്ക് ബോർഡ് യൂസ് ചെയ്ത് ആദ്യമേ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബബ്സ്യൂട്ടി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റിലെ SQL ഇഞ്ചക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു ബേസിക് വർക്ക് ഫ്ലോ എന്ന് മനസ്സിലാക്കാം. സോ ഫണ്ടമെന്റലി നമുക്കൊരു ആർക്കിടെക്ചർ നോക്കാം. ആദ്യമേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോഗിൻ പേജ് റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന് 3 കമ്പോണൻസ് ആയിരിക്കും മെയിൻലി ഉണ്ടാവാം. ഫസ്റ്റ് വരുന്നത് യൂസർ കാണുന്ന UI പാർട്ട്, ദെൻ ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതിനെല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സെർവറിന്റെ പാർട്ട്, നമ്മുടെ ഡേറ്റാബേസിന്റെ പാർട്ട്. സോ ഇവർ 3 പേരും അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു പ്രോബബിൾ ഒരു നല്ലൊരു വർക്ക് ഫ്ലോ ഉള്ള അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലോഗിൻ ഫോം ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂസർ നെയിമും ഉണ്ടാവും, ഒരു പാസ്വേഡും ഉണ്ടാവും. ഇത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ഫോമിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് നേരെ സെർവറിൻ്റെ അകത്തേക്ക് പോകും. സെർവറാണ് ഡേറ്റാബേസുമായിട്ട് സംസാരിക്കുക. നമുക്ക് ഡയറക്റ്റ്ലി ഡേറ്റാബേസുമായിട്ട് സംസാരിക്കേണ്ട പറ്റില്ല. സോ സെർവർ അവിടെ വെച്ച് എന്ത് ക്രാഫ്റ്റ് ചെയ്യും, ഒരു SQL ക്വറി ക്രാഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ക്വറി ഡേറ്റാബേസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ക്വറി എന്ത് ചെയ്യും, ഡേറ്റാബേസ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇതിന് വരുന്ന റിസൾട്ട് വാലിഡ് ആണെങ്കിൽ അത് നേരെ സെർവറിൻ്റെ അടുത്ത് പറയും, ഇയാൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് തന്നേക്കുന്നത്, ഇത് ട്രൂ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ ട്രൂ ആയിട്ടുള്ള റിസൾട്ട് വന്നുകൊണ്ട് തന്നെ സെർവർ എന്ത് ചെയ്യും, ലോഗിൻ സക്സസ്ഫുൾ ആണെന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ലോഗിൻ പെർമിഷൻ തരും. ഇങ്ങനെയാണ് നോർമലി ഉള്ളൊരു വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് SQL ഇഞ്ചക്ഷൻ ആക്ട് ചെയ്യുന്നത് നോക്കാം. സോ ഇതാണ് ബേസിക്കലി ഒരു SQL ഇഞ്ചക്ഷൻ്റെ ആർക്കിടെക്ചർ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്തുണ്ട്, ഒരു ലോഗിൻ ഫോം ഉണ്ട്. ഈ ലോഗിൻ ഫോമിൻ്റെ അകത്ത് എന്ത് ചെയ്യും, യൂസേഴ്സ് അയാളുടെ യൂസർ നെയിമും പാസ്വേഡ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്ന യൂസർ നെയിം എന്ന് പറയുന്ന അഡ്മിൻ, പാസ്വേഡ് എന്ന് പറയുന്നത് എന്താണ്, മൈ പാസ്വേഡ് ആണ്. സോ നമ്മൾ ഈ ലോഗിൻ പേജിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ SQL ഇഞ്ചക്ഷൻ ചെയ്യും. SQL ഇഞ്ചക്ഷൻ മീൻസ് ഒരു SQL ക്വറി ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ക്വറിയെ മാനിപ്പുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയറൽ ചേഞ്ച് വരുത്തണം. നോർമലി നമുക്ക് ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ പാസ്വേഡ് ഫീൽഡ് നമ്മൾ പ്രത്യേകതരം SQL ഇഞ്ചക്ഷൻ കമാൻഡ്സുകളുണ്ട്, അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ പേലോഡ്സുകളുണ്ട്. ഈ പേലോഡ്സുകൾ യൂസ് ചെയ്തിട്ട്, അതിൻ്റെ ഒരു പേലോഡാണ് ഇതിനൊക്കെയുള്ള പേലോഡ്സുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബൈപ്പാസ് ചെയ്യും. സോ ഇവിടെ നിന്ന് പോകുന്ന റിക്വസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയായിട്ട് ഷിഫ്റ്റ് ആവും. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ യൂസർ നെയിം ഈക്വൽ ടു അഡ്മിൻ ആൻഡ് പാസ്വേഡ് ഈക്വൽസ്, ഇവിടെ എന്താവും, ഒരു കോളൻ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ഈ മൈ പാസ്വേഡ് വരേണ്ടത്. ഇതിന്റെ എൻഡിങ്ങിൽ ഒരു കോളൻ ഉണ്ടാവും, അതാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ദെൻ ഓർ എന്ന് പറയുന്ന ഒരു വാല്യൂ 1 = 1, ഓർ 1 = 1 ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓർ മീൻസ് ആൻഡും ഓറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സോ ഓർ മീൻസ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. 1 = 1 എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഗിൻ ബൈപ്പാസ് ചെയ്യുന്നത്. സോ ഇത് എപ്പോഴൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് നമ്മുടെ ഡേറ്റാബേസിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ എന്തായിട്ടായിരിക്കും നമുക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുക, സെർവറിൻ്റെ അകത്തേക്ക് റിപ്പോർട്ട് ചെയ്യുക, ആൾവേസ് ട്രൂ ആയിരിക്കും അല്ലേ. കാര്യം ഇവിടെ ഓർ 1 = 1 എപ്പോഴും ട്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും, ആൾവേസ് ട്രൂ എന്നായിരിക്കും. സോ നമ്മൾ നേരെ ഇതിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. സോ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓക്കെ ഇത് ഡേറ്റാബേസ് തന്നേക്കുന്നത് ട്രൂ ആണ്, പിന്നെ സെർവറിന്റെ പ്രത്യേകിച്ച് ഒന്നും ചെക്ക് ചെയ്യാനില്ല. സെർവർ എന്ത് ചെയ്യും, ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറയും. ഇതിനെ നിങ്ങൾക്ക് ഒന്നുകൂടി, ഇത് ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി റിയൽ വേൾഡ് എക്സാമ്പിൾ വെച്ച് പറയാനാണെങ്കിൽ, സോ നമുക്ക് ഈ സെനാറിയോ നോക്കാം. ഈ സെനാറിയോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്. ഈ സ്റ്റുഡന്റിന് ജോൺ എന്ന് പറയുന്ന ആൾ എഴുതിയ ബുക്കുകൾ വേണം, റെഫർ ചെയ്യാനായിട്ട് കുറച്ച് ബുക്സിന്റെ ആവശ്യമുണ്ട്. അത് ജോൺ എന്ന് പറയുന്ന ആൾ എഴുതിയ ബുക്കാണ് അയാൾക്ക് ആവശ്യം. സോ നമ്മൾ എന്ത് ചെയ്യും, നോർമലി ഒരു ലൈബ്രറിയിലേക്ക് പോകും. അവിടെ ലൈബ്രറിയൻ ഉണ്ടാവും. ലൈബ്രറിയൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ ലൈബ്രറിയൻ എന്ത് ചെയ്യും, ജോൺ എന്ന് പറയുന്ന ആളുടെ ബുക്ക് മാത്രം എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുത്തുകൊണ്ട് കൊടുക്കും. ഇതാണ് ബേസിക്കലി ഒരു സെർവറിന്റെ ആസ്പെക്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് SQL ഇഞ്ചക്ഷൻ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡന്റ് ഉണ്ട്. സ്റ്റുഡന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ മീ ബുക്സ് റിട്ടൺ ബൈ ജോൺ, ജോൺ എഴുതിയ ബുക്സുകൾ കാണിക്ക്, ഓർ അല്ലെങ്കിൽ എല്ലാ ബുക്കുകളും കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ പുള്ളിക്കാരൻ ആക്സിഡന്റലി എല്ലാ ബുക്കുകളും എന്ത് ചെയ്യും, റിവീൽ ചെയ്യും. അതായത് ജോൺ എഴുതിയ ബുക്കുകൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് പുള്ളിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഓർ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ നോക്കും, വിച്ച് ഈസ് എന്താണ്, ബുക്സ് എല്ലാം കാണിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, പുള്ളി എന്ത് ചെയ്യും, ബുക്സ് എല്ലാം എടുത്ത് കാണിക്കും. സോ ഇങ്ങനെയാണ് ലൈബ്രറിയൻ എന്ത് ചെയ്യുന്നത്, ആക്സിഡന്റ് എല്ലാ സാധനങ്ങളും റിവീൽ ചെയ്യുന്നത്.
ഇതേ സെയിം മെത്തഡോളജി തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമായിട്ട് സംസാരിക്കുമ്പോഴേ യൂസ് ചെയ്യുന്നത്. നോർമലി ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കാൻ പറ്റാത്ത സിസ്റ്റംസ് എന്ത് ചെയ്യും, ഈ പറയുന്ന ബെയ്റ്റിൻ്റെ അകത്ത് വീഴുകയും ചെയ്യും. ഇതിനൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട്, ഇപ്പം ഇതൊക്കെ കുറച്ച് ഓൾഡ് ആണ്, ഇതിനൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ മെത്തഡോളജീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡേറ്റാബേസുകളും ബാക്കി സെർവേഴ്സുകളൊക്കെ സെക്യൂർ ആക്കാനായിട്ട് പറ്റും. സോ നമുക്ക് നമ്മുടെ ജ്യൂസ് ഷോപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബബ്സ്യൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബർപ്പ് പോണായി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ പ്രോക്സി ടാബിലേക്ക് പോവാം. ഇവിടെ ചെന്നതിന് ശേഷം ഓപ്പൺ ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. നമ്മളിന്ന് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേരെ ഇതിനൊരു സൈഡിലേക്ക് എടുത്ത് വെച്ചു. നമ്മുടെ പോർട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 127.0.0.0.1 ദെൻ 3000 പോർട്ട്, നമ്മുടെ ജ്യൂസ് ഷോപ്പിന്റെ ലിങ്ക് എൻ്റർ ചെയ്യുക. ഇവിടെ ഇപ്പോൾ കുറേ സാധനങ്ങൾ വരുന്നുണ്ടാവും, ഇത് ജസ്റ്റ് ഡിസ്മിസ് ചെയ്ത് കളയാം നമുക്ക്. സോ ഫസ്റ്റിലെ പ്രൈമറിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. റിക്കഗ്നൈസൻസ് എന്ന് നമ്മൾ പറയും. സോ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ 2 റിവ്യൂ ഉണ്ട്. ഓക്കെ, റിവ്യൂക്കകത്ത് ഒരു ഇമെയിൽ ID കാണാം, ഒരു അഡ്മിൻ ഇമെയിൽ ID കാണാം, ദെൻ ഒരു basil@juice.sh.op അങ്ങനെ ഒരു ഇമെയിൽ വിത്ത് ഒരു റിവ്യൂ കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ദെൻ ഇവിടെ 1 ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്തോ ബോണസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ബേസിക്കലി നിങ്ങൾ ഇതിലെല്ലാം ഒന്ന് തിരഞ്ഞതിന് ശേഷം കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെക്കുക. ദെൻ ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന പ്രൊഫൈലിൽ ലോഗിൻ പേജ് ഉണ്ട്. നമ്മുടെ യുവർ ബാസ്ക്കറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാർട്ട് അവൈലബിൾ ആണ്. നമുക്കിവിടെ പല ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ചാറ്റ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ സെർച്ച് പാനലിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് സെർച്ച് പാനലിൽ ആപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വറി Q = ആപ്പിൾ എന്ന രീതിയിലാണ് സെർച്ച് ടാഗുകൾ പോകുന്നത്. ഓക്കെ, എത്രേ ഉള്ളൂ. നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നോക്കാം. നമുക്കിപ്പോൾ കറന്റ് ഇതെങ്ങനെ ഈ മെഷീൻ്റെ അകത്ത് ലോഗിൻ ബൈപ്പാസ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമെയിൽ ID ഒരു പാർട്ടും ഉണ്ട്, പാസ്വേഡിൻ്റെ ഒരു പാർട്ടും ഉണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് ഈ ലോഗിൻ പേജ് SQL ഇഞ്ചക്ഷൻ വൾണറബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ കീവേഡാണിത്. സോ ഇത് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ് എന്നാണ് വന്നേക്കുന്നത്. ഇതിന്റെ പാസ്വേഡ് സൈഡിൽ പ്രത്യേകിച്ച് ഒരു SQL ഇഞ്ചക്ഷൻ അറ്റാക്കിന് പോസിബിലിറ്റി ഇല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. സോ പാസ്വേഡ് നമുക്ക് അഡ്മിൻ തന്നെ കൊടുത്തിട്ട് ഇമെയിലിന്റെ സൈഡിൽ നമുക്ക് ജസ്റ്റ് വൾണറബിൾ ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോൾവ് വെച്ചാൽ നമ്മളെന്തോ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വൾണറബിൾ മെഷീനാണ്. ഇതിൻ്റെ അകത്ത് കുറെ ചലഞ്ചസ് ഉണ്ട്. സോ അങ്ങനെ ഏതൊരു ചലഞ്ച് സോൾവ് ആയിട്ടുണ്ട്. എറർ ഹാൻഡ്ലിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എറേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. കാര്യം എറേഴ്സിൽ നിന്നുകൊണ്ട് എറേഴ്സ് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മെത്തഡോളജിയാണിത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇൻവാലിഡ് ഇമെയിൽ ഒരു പാസ്വേഡ് പറഞ്ഞ സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നാണ് വന്നേക്കുന്നത്. അതായത് ഇമെയിൽ പാർട്ടിൽ എന്തുണ്ട്, SQL ഇഞ്ചക്ഷൻ വൾണറബിലിറ്റിയുടെ പ്രോബബിലിറ്റി ഉണ്ട്. സോ നമുക്കിത് ഫർദർ അറ്റാക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ മോസ്റ്റ് കോമൺലി ചെക്ക് ചെയ്യുന്ന ഒരു SQL ഇഞ്ചക്ഷൻ പേലോഡാണത്. സോ ഇവിടെ നിങ്ങൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഏതോ ഒരു പേജിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ലോഗിൻ അയക്കുന്നത് എന്താ പറയുന്നത്, സക്സസ്ഫുള്ളി ലോഗിൻ അഡ്മിൻ പേജിലോട്ട് നമ്മൾ ലോഗിൻ അയക്കുന്നത്. നിങ്ങളുടെ admin@juiceshop. എന്ന് പറയുന്ന ഒരു ലോഗിൻ പേജിൻ്റെ അകത്തോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ലോഗിൻ പേജ് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ വൾണറബിലിറ്റി വർക്ക് ആവുന്നത്. ഇത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബബ്സ്യൂട്ട് യൂസ് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. സോ നമ്മുടെ ബർപ്പിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടേക്കുന്നത് SQLite എറർ എന്നാണ്, വിച്ച് മീൻസ് നമ്മുടെ SQL ഇഞ്ചക്ഷൻ പോസിബിൾ ആണ്. SQLന്റെ കോഡ് ഇവിടെ എക്സ്പോസ് ആയിട്ടുണ്ട്. സെലക്ട് ഫ്രം യൂസേഴ്സ് വെയർ മെയിലാണ് ചെക്ക് ചെയ്യുന്നത്. പാസ്വേഡ് എന്തോ ഹാഷ് ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. ദെൻ ബാക്കി കാര്യങ്ങൾ അങ്ങനെയാണ് ഇത് പാസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇമെയിലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, SQL ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് SQL ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ലോഗിൻ പേജ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്ററിൻ്റെ അകത്തേക്ക് അയക്കാം. ദെൻ റിപ്പീറ്ററിൻ്റെ അകത്തേക്ക് വരിക. ദെൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ലൈക്ക് ദിസ് ഒരു അപ്പോസ്ട്രഫി ഓർ 1 = 1 ഫോർ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് ഇവിടെ സെൻഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഒതന്റിക്കേഷൻ വിത്ത് ഒതന്റിക്കേഷൻ ടോക്കൺ നമുക്ക് ഇവിടെ ബിൽഡായി കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് എന്താണ്, നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റർ ടാബ് വെച്ച് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാന്ന് പഠിച്ചു. ഇതേപോലെ ഇൻട്രോഡർ ടാബ് വെച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ സെൽഫ് ലേൺ ചെയ്യുക എങ്ങനെയാണ് ഇൻട്രോഡർ ടാബ് വെച്ച് നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇൻട്രോഡർ ടാബ് വെച്ച് വേറെ ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. സോ നമുക്ക് അത് ഫർദർ വീഡിയോസിനകത്ത് പറയാം. ഇതും നിങ്ങൾ ലേൺ ചെയ്തിരിക്കുക. കാര്യം ഇതിപ്പോൾ നമ്മൾ മാനുവലി 1 = 1 ടൈപ്പ് ചെയ്തു. ഇതല്ലാതെ ഒരുപാട് പേലോഡ്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻട്രോഡറിൻ്റെ അകത്ത് അറ്റ് എ ടൈം ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് പോലെ റൺ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് അറ്റാക്സ് ഉണ്ട്. സോ അതെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് അല്ലാതെ ഇല്ലാതെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേലോഡ് ക്രിയേറ്റ് ചെയ്യാനും പേലോഡ് പേസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിപ്പോൾ പേലോഡ് എവിടെ നിന്ന് എടുക്കണമെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം.
സോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ ഒരു പേജിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് SQL ഇഞ്ചക്ഷൻ പേലോഡ് ലിസ്റ്റുകൾ കിട്ടും. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, ഇൻട്രോഡർ ടാബിന്റെ അകത്തേക്ക് വരിക. ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് കൗണ്ട് 440, പേലോഡ് കൗണ്ട് 88 എന്ന് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ സിമ്പിൾ വീഡിയോ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ആൻഡ് ഇൻട്രൂഡറിന്റെ എക്സ്പ്ലനേഷൻ ഉള്ള വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൂഡർ മെയിൻലി ഇതിന് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്ന, വേറെ പല യൂസ് കേസസ് ഉണ്ട്. സോ നമുക്ക് ഡിഫറെന്റ് യൂസ് കേസിന് ഡിഫറെന്റ് ആപ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ ഇൻട്രൂഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് അടുത്ത വീഡിയോസിന്റെ അകത്ത് ഇൻട്രൂഡർ വെച്ച് വേറെ രീതിയിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. സോ ജ്യൂസ് ഷോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിന്റെ അകത്ത് റൈറ്റ് ചെയ്തിട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവും. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.